നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. 32 ഇസ്രയേലി കമ്മ്യൂണിറ്റികൾക്കു നേരെ 6000 തോക്കുധാരികളുടെ അപ്രതീക്ഷിത ആക്രമണം ഒക്ടോബർ 7-നുണ്ടായത്. ഈ ദുരന്തമാണ് ഇപ്പോൾ അവസാനിച്ചു എന്ന് നമുക്ക് പറയാവുന്ന ഒരു കാര്യമായി വന്നിട്ടുള്ളത്. കാരണം ഗാസയിൽ ഇനി ചെറിയ ചെറിയ പൊട്ടിത്തെറികളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകൾ ധാരാളമാണ്. പക്ഷെ ഇതൊന്നും തന്നെ മറ്റൊരു ഒക്ടോബർ 7 ആവർത്തിക്കുന്നതായിരിക്കില്ല എന്നുള്ളത് വളരെ ഉറപ്പായിരിക്കുകയാണ്. 15 മാസത്തെ യുദ്ധത്തിന് സൈന്യം, ഭൗമരാഷ്ട്രീയം, പ്രത്യയശാസ്ത്രം എന്നിങ്ങനെ 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ജൂതരാഷ്ട്രത്തെ ആക്രമിച്ച IDF-ഉം ജിഹാദിസ്റ്റ് സൈന്യവും തമ്മിലായിരുന്നു സൈനിക യുദ്ധം ഉണ്ടായത്. അത് യഥാർത്ഥത്തിൽ ജൂതരും ജിഹാദിസ്റ്റുകളും തമ്മിലുള്ള യുദ്ധം തന്നെയായിരുന്നു. ജിഹാദിസ്റ്റ് അച്ചുതണ്ടിനും അതിന്റെ പിന്തുണയുള്ള 2 മഹാശക്തികൾക്കുമെതിരെ ഉള്ളതാണ് ജിയോ പൊളിറ്റിക്കൽ യുദ്ധം. പ്രത്യയശാസ്ത്ര യുദ്ധം ഈ യുദ്ധത്തിലേക്ക് നയിച്ച ജിഹാദിസ്റ്റ് ആശയത്തെ കുറിച്ചുള്ളതായിരുന്നു. ഇങ്ങനെ 3 തരത്തിൽ സൈനികമായിട്ടും ഭൂഗോളപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും ആശയപരമായിട്ടുമുള്ള 3 തരത്തിലുള്ള യുദ്ധമാണ് ഇപ്പോൾ ഇസ്രയേലിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിന് ഏകദേശം അവസാനം വന്നു എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാവുന്നതുമാണ്. പ്രത്യയശാസ്ത്ര യുദ്ധം ആണ് ഇനി അവസാനിക്കാനുള്ളത്. കാരണം ജിഹാദിസ്റ്റ് എന്ന ആശയത്തിനെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ യുദ്ധം ഇസ്രയേലിനെതിരെ മാത്രമല്ല, അത് മനുഷ്യരാശിയുടേതു കൂടിയാണ്. കാരണം ഇത്തരം തീവ്രവാദ ചിന്തകൾ ഉയരുന്നത്, തീവ്രവാദ ബന്ധത്തിലേക്ക് നമ്മൾ പോകുന്നത്, ഇതെല്ലാം ഇസ്രയേലിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇത് മനുഷ്യരാശിയെ മുഴുവനായിട്ട് ബാധിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രപരമായ ആശയപരമായ ഒരു സംഭവമാണ്. വെസ്റ്റ് ബാങ്കിലെത്തി സ്വന്തം തീവ്രവാദികളുമായി കൈകോർക്കാനുള്ള അധിനിവേശക്കാരുടെ പദ്ധതി ഉണ്ടായിരുന്നു. ഈ പദ്ധതി IDF ഇപ്പോൾ സമർത്ഥമായി തടയുകയും ചെയ്തു. ഹിസ്ബുള്ള ഗലീലിയ ആക്രമിക്കുമെന്ന ഹമാസിന്റെ അനുമാനം പാളിപ്പോയതും ഹമാസിന് ക്ഷീണമായി തീർന്നു. ഹിസ്ബുള്ളയുടെ ശക്തി ക്ഷയിച്ചത് ഹമാസിനേറ്റ ഏറ്റവും വലിയ അടി തന്നെയാണ്. ഗാസ വൻതോതിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേൽ പടയാളികൾ പല്ലും നഖവും ഉപയോഗിച്ചു തന്നെയാണ് യുദ്ധം ചെയ്തിരുന്നത്. ഹമാസിന്റെ സൈന്യത്തിൽ നിന്നും ആയിരങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗാസയിലെ വീടുകളും റോഡുകളും പ്ലാസകളും നടപ്പാതകളും എല്ലാം തന്നെ അവശിഷ്ടങ്ങളുടെയും സിമന്റിന്റെയും പൊടിയുടെയും കൂമ്പാരങ്ങളായി മാറിയിരിക്കുകയാണ്. IDF-ന്റെ കഴിവുകളെ കുറിച്ചുള്ള അജ്ഞതയാണ് ഹമാസിന്റെ തോൽവിക്ക് കാരണമായത്. IDF-നെ അവർ വളരെ കുറച്ചു കണ്ടു. അല്ലെങ്കിൽ ഹമാസ് ഇറാന്റെയും മറ്റ് രാജ്യങ്ങളുടെയും ഖത്തർ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളുടെയും മേൽനോട്ടത്തിൽ അവരുടെ ശക്തിയെക്കുറിച്ച് അവർക്കുണ്ടായിട്ടുള്ള അമിതമായ ഒരു ബോധമാണ് ഈ തോൽവിക്ക് കാരണമായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഹമാസിന്റെ ആക്രമണം ഇസ്രയേലിനെതിരെ ഇറാന്റെ ആക്രമണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇത് ഇറാനെതിരെ ഇസ്രയേലിന്റെ പ്രത്യാക്രമണങ്ങളിലാണ് കലാശിച്ചത്. ഹമാസിന്റെ ആക്രമണം ഹിസ്ബുള്ളയുടെ പതനത്തിനും കാരണമായി. ഹിസ്ബുള്ളയുടെ ആക്രമണം സിറിയൻ ഭരണകൂടത്തിന്റെ പതനത്തിനും വിമത മുന്നേറ്റത്തിനും വഴി തുറന്നു. അപ്പോൾ ഒരു ചെറിയ തീപ്പൊരി വീണത് വളരെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ്. ഇസ്രയേലിന്റെ വിജയം പൂർണ്ണമാക്കാൻ ബന്ദികൾ തിരികെ വരേണ്ടതുണ്ട്. ഒക്ടോബർ മുതൽ നടന്ന യുദ്ധത്തിൽ റഷ്യയുടെ സിറിയൻ കോട്ട തകർന്നിരിക്കുകയാണ്. ഹമാസിന് ഇറാന്റെ മേൽക്കൂര നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ലെബനന്റെ കൈ സഹായം നഷ്ടപ്പെട്ടു. സിറിയൻ സഹായവും ജിയോ പൊളിറ്റിക്കൽ സംരക്ഷണവും എല്ലാം തന്നെ ഹമാസിന് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിലെ ആദ്യ വിജയികൾ പക്ഷേ എപ്പോഴും ഇസ്രയേൽ പട്ടാളക്കാർ തന്നെയാണ്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ആക്രമിച്ച യുദ്ധത്തിന്റെ ഒന്നിലധികം മുന്നണികളിൽ ജീവൻ പണയപ്പെടുത്തി വീടും കുടുംബവും ജോലിയും ഉപേക്ഷിച്ച 3 ലക്ഷത്തിലേറെ റിസർവിസ്റ്റ് സൈന്യങ്ങൾ, ഇവർ ഓരോരുത്തരും പരിശ്രമിച്ചത് ഇസ്രയേലിന്റെ വിജയത്തിനായാണ്. ഒക്ടോബർ 7-ന് ഹമാസിനെ തോൽപ്പിച്ചോടിപ്പിച്ച സുരക്ഷാ സേനയാണ് രണ്ടാമത്തെ വിജയികൾ. ഗാസ, ബെയ്റൂട്ട്, ടെഹ്റാൻ എന്നിവിടങ്ങളിൽ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളെ കണ്ടെത്തി സഹായിച്ച രഹസ്യാന്വേഷണ ഏജൻസികൾ, ഗാസയെയും തെക്കൻ ലെബനനെയും കീഴടക്കിയ കരസേന, ലെബനൻ, സിറിയ, യമൻ, ഇറാൻ എന്നിവയ്ക്കിടയിലേക്ക് ഒന്നിലധികം മേഖലകളിൽ കുറ്റമറ്റ ആക്രമണങ്ങൾ നടത്തിയ വ്യോമസേന, ഇതെല്ലാം തന്നെ ജൂതവീര്യം തകരാതെ പോരാടുന്നതിന്റെ കാഴ്ച തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നത്. ഒക്ടോബർ 7-ലെ ആക്രമണത്തിനു ശേഷം ഇസ്രയേൽ സൈന്യത്തെ മുൻപോട്ട് നയിച്ചത് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവിയാണ്. ഇതേ സമയത്താണ് ഗാസയിലെ ജബാലിയയിൽ കൊലപ്പെടുത്തിയെന്ന് അവകാശപ്പെടുന്ന മുതിർന്ന ഹമാസ് കമാൻഡർ ഗാസയിൽ ജനങ്ങളോട് സംസാരിക്കുന്ന പുതിയ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നത്. അൽ-ഖസാം കമാൻഡർ ഹുസൈൻ ഫയാസ് ആണ് കൊല്ലപ്പെട്ട ശേഷം തിരിച്ചെത്തിയിരിക്കുന്നത്. ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രയേൽ വിചാരിച്ചിരുന്നത്. വടക്കൻ ഗാസയിൽ നടന്ന ഒരു സംസ്കാര ചടങ്ങിൽ ഹുസൈൻ ഫയാദ് എന്ന അൽ-ഖസാം ബ്രിഗേഡ് കമാൻഡർ സംസാരിക്കുന്ന വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഹമാസിന്റെ ബേത്ത് ഹാനൂൻ ബറ്റാലിയൻ കമാൻഡറാണ് ഹുസൈൻ ഫയാദ്.
തകർന്ന കെട്ടിടങ്ങൾക്ക് സമീപം നിന്ന് ഹുസൈൻ ഫയാദ് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ശക്തൻ തന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാത്തപ്പോൾ അവൻ പരാജയപ്പെടുന്നു. എന്നാൽ ശക്തനെ തന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്ന് തടഞ്ഞ ദുർബലനാണ് വിജയി. ഇതാണ് വീഡിയോയിൽ ഹുസൈൻ ഫയാദ് പറയുന്നത്. ദൈവത്തിന് നന്ദി, ഇസ്രയേൽ സൈന്യത്തിന് കല്ലുകളും ശരീരഭാഗങ്ങളും രക്തവും മാത്രമേ ലഭിച്ചുള്ളൂ. ഗാസ ഇപ്പോഴും സ്വന്തം കാലിൽ നിൽക്കുന്നു. തകർക്കാനാവാത്ത വിധം ഗാസ ഉയർന്നു വന്നിട്ടുണ്ട്. ഗാസ എങ്ങനെ വിജയിച്ചു, തലയുയർത്തിപ്പിടിച്ചു നിന്നുവെന്ന് ഇന്നലെ നാം എല്ലാവരും കണ്ടു എന്നും ഹുസൈൻ ഫയാദ് പറയുന്നു. പക്ഷേ ഇതിൽ കാര്യമില്ല. കാരണം ഗസയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇപ്പോൾ ഇസ്രയേൽ തന്നെ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഇതേസമയം ഹുസൈൻ ഫയാദിന്റെ കാര്യത്തിൽ തെറ്റുപറ്റിയെന്ന് ഇസ്രയേലി സൈന്യം അറിയിച്ചിട്ടുണ്ട്. കാരണം ഹുസൈൻ ഫയാദ് ആണ് എന്ന് തെറ്റിദ്ധരിച്ചത് മറ്റൊരു ഹമാസ് പോരാളിയായിരുന്നു. രഹസ്യാന്വേഷണ ഏജൻസിയായ ഷെൻബത്തിനും സൈന്യത്തിനും പറ്റിയ തെറ്റാണ് കാരണമെന്നാണ് സൈന്യം അറിയിച്ചത്. പ്രത്യേക കമാൻഡോ വിഭാഗവും ജഖലോം യൂണിറ്റും കൂടി ജബാലിയയിലെ ഒരു തുരങ്കത്തിൽ വെച്ച് ഭീകരനായ കമാൻഡർ ഹുസൈൻ ഫയാദിനെ ഇല്ലാതാക്കിയെന്നാണ് 2024 മെയ്യിൽ ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നത്. ഇസ്രയേലിലേക്ക് ടാങ്ക് വിരുദ്ധ മിസൈലുകളും ഷെല്ലുകളും അയക്കുന്നത് ഏകോപിച്ചിരുന്ന ആളാണ് ഹുസൈൻ എന്നും അവർ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഇസ്രയേൽ ജനീൻ ഗവർണറേറ്റിൽ ഉടനീളം ഇപ്പോൾ ആക്രമണം തുടരുകയാണ്. കുറഞ്ഞത് 12 പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജനീൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുള്ള സൈനിക ആക്രമണം വിപുലീകരിക്കാൻ പദ്ധതിയിട്ടപ്പോൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സൈന്യം 2 പലസ്തീനികളെ കൂടി കൊന്നിട്ടുണ്ട്. ഇപ്പോൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിലേക്ക് മൾട്ടി ഫ്രണ്ട് യുദ്ധമാണ് ഇസ്രയേൽ നടത്തുന്നത്. അതിനാൽ ജനീൻ ഒരു ഓപ്പറേഷൻ പരമ്പര തന്നെ നടത്തുമെന്ന് ഇസ്രയേലിന്റെ സൈനിക രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചു. മാനുഷിക സഹായക ട്രക്കുകൾ ഗാസയിലേക്ക് കുതിച്ചു കയറുന്നത് തുടരുമ്പോൾ യുദ്ധത്തിൽ തകർന്ന എൻക്ലേവിലെ തങ്ങളുടെ വീടുകളിലേക്ക് ഫലസ്തീനികൾ മടങ്ങുന്നതും കാണുന്നുണ്ട്. എന്നാൽ അവരിൽ ഭൂരിഭാഗവും തങ്ങളുടെ വീടുകൾ നശിപ്പിക്കപ്പെടുകയോ വാസയോഗ്യമല്ലാതാകുകയോ ചെയ്തതായി പരാതിപ്പെടുന്നു. UN പലസ്തീനിയൻ അഭയാർത്ഥികൾക്കായുള്ള ഏജൻസി ഇത്രയും കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലിന്റെ തീവ്രമായ സൈനിക നുഴഞ്ഞുകയറ്റം പലസ്തീൻ പ്രദേശത്തേക്ക് കൂടുതൽ പിടിമുറുക്കാനുള്ള നീക്കമാണെന്ന പരാതി ഉയരുന്നുണ്ട്. തങ്ങൾ തീവ്രവാദത്തിനെതിരെ പോരാടുകയാണ് എന്ന് പതിറ്റാണ്ടുകളായി ഇസ്രയേൽ പറയുന്നു. പക്ഷേ ഇസ്രയേൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും വെസ്റ്റ് ബാങ്കിലേക്ക് അധികാരം വ്യാപിപ്പിക്കുകയാണ് എന്നുള്ള പരാതികളാണ് പരക്കെ ഉയരുന്നത്. 7,50,000-ത്തിലധികം അനധികൃത ഇസ്രയേലി കുടിയേറ്റക്കാരുണ്ട്. സാവധാനം എന്നാൽ ഉറപ്പായും പലസ്തീൻ പ്രദേശത്തേക്ക് കുടിയേറുക എന്നതാണ് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ നയം എന്നാണ് വ്യക്തമാകുന്നത്. വെസ്റ്റ് ബാങ്കിനോടുള്ള ഇസ്രയേലിന്റെ അവകാശവാദങ്ങളെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഉന്നതതല നയതന്ത്രജ്ഞരെ നിയമിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇസ്രയേലിന് അവരുടെ അജണ്ട വളരെ സുഗമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരമായി വന്നിട്ടുണ്ട്. ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധത്തിൽ 2023 ഒക്ടോബർ 7 മുതൽ കുറഞ്ഞത് 47,283 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. 1,11,472 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അന്ന് ഹമാസ് നേതൃത്വത്തിലുള്ള ആക്രമണത്തിൽ ഇസ്രയേലിൽ 1,139 പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. 200-ലധികം പേരാണ് ബന്ദികളായത്. ഇപ്പോൾ ബന്ദിമോചനത്തിന് മുൻകൈയെടുത്തിരിക്കുന്നത് ട്രംപാണ്. ട്രംപിന്റെ നേതൃത്വത്തിൽ ട്രംപ് പറയുന്നതിനനുസരിച്ച് തന്നെ ഇസ്രയേൽ ഇനി വെസ്റ്റ് ബാങ്ക് മുഴുവൻ കീഴടക്കുമെന്നും ഗാസ കീഴടക്കുമെന്നും ഹമാസിനെ തോൽപ്പിക്കുമെന്നും തന്നെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈറ്റ്.